ചികിത്സയുടെ 35 ദിവസം തികയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിക്ക് ഗണ്യമായ മാറ്റം വന്നിട്ടുണ്ട്. വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ശ്വസന ഫിസിയോതെറാപ്പിയും മോട്ടോർ ഫിസിയോതെറാപ്പിയും തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒത്തിരിയേറെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് ആരോഗ്യസ്ഥിതി. ശ്വസന ചലന സ്ഥിതികൾ വളരെയേറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ശുഭമായ സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ ഇത് ഇങ്ങനെ പുരോഗതി ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയിൽ സാധാരണ രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഉയർന്ന നിലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് പറയുന്ന കാരണം ഫ്രാൻസിസ് പാപ്പയ്ക്ക് സ്വന്തമായിട്ട് ശ്വാസോച്ഛ്വാസം നടത്തുവാനുള്ള ഒരു നിലയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പിതാവ് കൂടുതൽ സമയവും പ്രാർത്ഥനയിലും വിശ്രമത്തിലും മറ്റ് ജോലികളിലുമാണ് കഴിഞ്ഞുകൂടുന്നത്. ഇന്നലെ ആഗോള സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ. നമുക്കറിയാവുന്ന പോലെ പരിശുദ്ധ പിതാവിന് ഏറ്റവും വളരെ അഗാധമായ ഒരു ഏറ്റവും അടുത്ത ഭക്തിയുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. അപ്പോൾ യേശു പിതാവിൻ്റെ തിരുനാളിൽ പരിശുദ്ധ പിതാവ് തൻ്റെ പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റിലുള്ള പാപ്പൽ സൂട്ടിൻ്റെ വീട്ടിലുള്ള ചാപ്പലിൽ വിശുദ്ധ ബലി സഹകാർമ്മികനായിട്ട് അർപ്പിച്ചു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അങ്ങനെ യൗസേപ്പ് പിതാവിനുള്ള തൻ്റെ അഗാധമായ ഭക്തി പ്രകടിച്ചുകൊണ്ടാണ് കടന്നുപോയതെന്ന് നമുക്കറിയാൻ സാധിച്ചു. തീർച്ചയായും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് വളരെ വ്യക്തിപരമായ ആഴമായ ഒരു ബന്ധമുള്ളതായി പല സാഹചര്യങ്ങളിലായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ലീപ്പിംഗ് സെയിൻറ്റ് ജോസഫ്, അങ്ങനെ ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ ഒരു സ്റ്റാച്യു അദ്ദേഹത്തിൻ്റെ മുറിയിലുള്ളതായും ആ സ്റ്റാച്യുവിൻ്റെ അടിയിൽ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഫ്രാൻസിസ് പിതാവ് എഴുതി വയ്ക്കാറുള്ളതായും ഒരു തവണ ഫ്രാൻസിസ് പിതാവ് വെളിപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ തിരുസഭയുടെ യൂണിവേഴ്സൽ പേട്രനായിട്ട് യൗസേപ്പ് പിതാവിനെ പ്രഖ്യാപിച്ചതിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് പാത്രിസ് കോർദെ അല്ലെങ്കിൽ ഫാദേഴ്സ് ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു അപ്പസ്തോലിക് എക്സോർട്ടേഷൻ 2020 ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിക്കുകയും അതോടൊപ്പം തന്നെ 2020-21 കാലഘട്ടങ്ങൾ യൗസേപ്പ് പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുപോലെ തന്നെ പരിശുദ്ധാവ് ഈ അപ്പോസ്തലിക ലിഖിതത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് 40 വർഷത്തിൽ ഏറെയായിട്ട് താൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യൗസേപ്പ് പിതാവിനോട് പ്രത്യേകമായിട്ട് തൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പതിവുണ്ടെന്നും അതുപോലെ താൻ യൗസേപ്പ് പിതാവിനോട് ചോദിച്ച എല്ലാ നിയോഗങ്ങളും ഒന്നും നിറവേറാതെ പോയിട്ടില്ല എന്നും വളരെ ശക്തമായ വിശ്വാസം പരിശുദ്ധാവ് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്, പ്രകടിപ്പിക്കുന്നുമുണ്ട്. മറ്റൊരു സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജോ മത്തരെല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേപ്പസിയുടെ 12-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേകമായ ഒരു സന്ദേശം കൈമാറുകയുണ്ടായി. അതിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന രാജ്യാന്തര ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന കലുഷിതമായ സാഹചര്യങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് സന്ദേശത്തിന് കൂടുതൽ സ്വാധീനമുണ്ടെന്നും അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആരോഗ്യം തിരിച്ചു കിട്ടി സൗഖ്യമുള്ളവനായി തിരിച്ചു വന്ന് കൂടുതൽ ശക്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശം ലോകത്തിൽ എത്തേണ്ടതുമുണ്ട് എന്ന് അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. തീർച്ചയായിട്ടും. അതുപോലെ പരിശുദ്ധാവിനുള്ള പ്രാർത്ഥന വീണ്ടും തുടരുകയാണ്. നമുക്കറിയാവുന്ന പോലെ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാവിൻ്റെ ആരോഗ്യ സ്ഥിതിക്ക് വീണ്ടും പ്രാർത്ഥനകൾ വത്തിക്കാൻ സ്ക്വയറിൽ നടക്കുകയാണ്. സായാഹ്നത്തിലുള്ള ജപമാല പ്രാർത്ഥനയിൽ ഇന്നലെ ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത് റോത്ത റൊമാനിയ ട്രിബ്യൂണലിൻ്റെ ഹെഡായ മൊൻസീനിയർ അലഹാൻഡ്രോ അലയോനാണ്. ഒത്തിരിയേറെ വൈദികരും സിസ്റ്റേഴ്സ് അൽമായരൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാവിൻ്റെ ആരോഗ്യസ്ഥിതി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലും പ്രാർത്ഥനകൾ വീണ്ടും ഉയരുകയാണ്. എത്രയും പെട്ടെന്ന് പൂർണ്ണ സൗഖ്യവാനായിട്ട് തിരിച്ചു വരട്ടെ എന്നുള്ള ആശംസയും പ്രാർത്ഥനയുമാണ് എല്ലാവരുടെയും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഗുഡ്നസ് ടെലിവിഷനു വേണ്ടി ജെമല്ലി ആശുപത്രിയിൽ നിന്നും ഫാദർ ജോജി പോളിനോടൊപ്പം ഫാദർ ജോബി പോൾ.